വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ചെറിയ മിനി വ്ളോഗാണ്. ഒരു 2.5 മിനിറ്റ് ദൈർഘ്യമുള്ളൂ. കാരണം ഇതൊരു നാട്ടിലെ പർച്ചേസ് വീഡിയോ ആണ്. നാട്ടിലെയല്ല, നാട്ടിലേക്കുള്ള പർച്ചേസ് വീഡിയോ ആണ്. എൻ്റെ അല്ല കേട്ടോ, എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെയാണ്, ജോസ്നയും അപ്പും. അപ്പോൾ അവർ അടുത്ത ആഴ്ച നാട്ടിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള എനിക്ക് തോന്നുന്നു പാർട്ട് 3 എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ 1ഉം 2ഉം പർച്ചേസൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. ലാസ്റ്റത്തെ പർച്ചേസിന് അവർ വന്നത് ബ്ലാഞ്ചിലാണ്. അപ്പം ഞാൻ ബ്ലാഞ്ചിൻ്റെ അടുത്ത് താമസമായതുകൊണ്ട് ഇവർക്ക് ട്രാവൽ കൂടുതലായിരുന്നു. കാരണം ഇവർ സിറ്റി വെസ്റ്റിലാണ് താമസിക്കുന്നത്. പിന്നെ എന്നെയും കാണാമല്ലോ, എന്നാൽ പിന്നെ ബ്ലാഞ്ചിൽ ഷോപ്പിംഗ് സെൻറ്ററിൽ പോകാമെന്ന് പറഞ്ഞ് വന്നതാണ് അവർ 1 അവർ ട്രാവൽ ചെയ്ത് വന്നു. അവരെന്നോട് കൃത്യസമയത്ത് 12:15 എത്തണമെന്ന് പറഞ്ഞു. ഞാൻ ധൃതി പിടിച്ചും മേക്കപ്പ് ഇട്ടും മുടി സെറ്റ് ചെയ്തും ഇറങ്ങിയപ്പോൾ ഒത്തിരി ലാഗായിപ്പോയി. ഞാൻ 12:30 കഴിഞ്ഞാണ് എത്തിയത്. എന്നെ കാണാഞ്ഞിട്ട് അവർ എച്ച്.ആൻഡ്.എം ഉള്ളിൽ കയറിയായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു എച്ച്.ആൻഡ്.എമ്മിൻ്റെ സൈഡിൽ കാണുമെന്ന്. ഞാനായ സൈഡൊക്കെ തപ്പി, പക്ഷേ പുള്ളിക്കാരികളെ കണ്ടില്ല. പിന്നെ മനസ്സിലായി അകത്തുണ്ടെന്ന്. അകത്ത് കയറി ഞാൻ അവരെ കണ്ടു. കാണാൻ പിന്നെ എളുപ്പമായിരുന്നു കേട്ടോ, കാരണം ക്യാപ്പ് വെച്ചുള്ള ആരുണ്ട്. ജോസ്ന എനിക്ക് പെട്ടെന്ന് കണ്ടു കിട്ടി. അങ്ങനെ ഇതാണ് നമ്മുടെ ജോസ്ന. ഞാൻ എത്തിയോ എന്നൊരു നോട്ടം അവൾക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പുവിനെ തപ്പിയപ്പോൾ അപ്പോൾ അവിടെ സൈഡിൽ നിന്ന് ഹായ് കാണിച്ചു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി ഡ്രസ്സൊക്കെ മേടിച്ചു കേട്ടോ. ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം പെൺപിള്ളേരെ അറിയാലോ, നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ മറന്നു പോകും ഡ്രസ്സ് കാണുമ്പോൾ. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഡ്രസ്സൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ടോമി കയറണമെന്ന് അപ്പു കുറച്ച് ഡ്രസ്സസൊക്കെ ഓൺലൈനിൽ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കയറി ചെന്നപ്പോൾ അവിടെ സ്റ്റോറിലുണ്ടായിരുന്നില്ല. അങ്ങനെ ടോമിയിലും സീക്കയിലും ഒക്കെ കയറി തപ്പി, പക്ഷേ അവിടെ ഒന്നും വിചാരിച്ച സാധനം കിട്ടിയില്ല. പിന്നെ റേറ്റെല്ലാം കണ്ട് കണ്ണ് തള്ളിപ്പോയി. ഞങ്ങൾ പിന്നെ അവസാനം ഇറങ്ങി. പക്ഷേ ഇന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു കട പോലും ഇട്ടിട്ടില്ല കേട്ടോ. ബ്ലാഞ്ചിലുള്ള എല്ലാ ഷോപ്പിംഗ് മോളിലുള്ള എല്ലാ സ്റ്റോറും ഞങ്ങൾ കയറിയിട്ടുണ്ട്, എന്തെങ്കിലും നമുക്ക് പറ്റിയത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി. പിന്നെ ഇവർക്ക് വീട്ടിൽ കുട്ടികൾക്ക് ലെഗോ സെറ്റ് മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടത്തെയൊക്കെ കുട്ടികൾ കൂടുതലും ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷനും ഫോക്കസും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലെഗോ സെറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ സ്റ്റോറും ഭയങ്കരമായിട്ട് പോപ്പുലറാണ്. അപ്പോൾ ഇവർ കുട്ടികൾക്ക് വേണ്ടി 2 പേരും ലെഗോ സെറ്റ് മേടിച്ചു. പിന്നെ ജ്വല്ലറി കയറി റേറ്റെല്ലാം കണ്ട് കണ്ണ് നിറഞ്ഞു പോന്നു. പിന്നെ വാച്ച്, പിന്നെ എനിക്ക് തോന്നുന്നു ജോസ്ന ഏതോ വാച്ച് മേടിച്ചു. പിന്നെ MKയുടെ ബാഗ്. പിന്നെ എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. സോ അതുകൊണ്ട് എന്ന് ഞാനിത് മേടിക്കുമെന്നുള്ള ചിന്തയിൽ ഞാനിങ്ങനെ നിന്നു. പിന്നെ ഇവരുടെ പർച്ചേസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കട പോലും ഇടാതെ എല്ലാ കടകളിൽ നിന്നും സാധനങ്ങൾ മേടിച്ചു. പിന്നെ വിശക്കുന്നു എന്ന് ഞാൻ കിടന്ന് കരഞ്ഞപ്പോൾ എനിക്ക് കേക്ക് കിച്ചണിൽ നിന്ന് ലഞ്ച് മേടിച്ച് കഴിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ പോയി.